മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് സിവിൽ സർവീസ് രംഗത്ത് ഉണ്ടാകുന്നില്ല എന്നതിൽ ആത്മവിചിന്തനം നടത്തണമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. മുസ്ലിം ലീഗ് തലശ്ശേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും തലശ്ശേരി മുനിസിപ്പൽ കൗൺസിലറും വിദ്യാഭ്യാസ പ്രവർത്തകരുമായിരുന്ന AP മഹമ്മൂദ് സാഹിബിന്റെ സ്മരണക്ക് വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലെ സമഗ്ര സംഭാവനക്ക് തലശ്ശേരി മണ്ഡലം മുസ്ലിം ലീഗ് ഏർപ്പെടുത്തിയ AP മഹമ്മൂദ് സ്മാരക പുരസ്കാരം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് MLA നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു നജീബ് കാന്തപുരം MLA. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ നാടും വീടും വിട്ട് ഏറ്റവും വലിയ ഒരു തീർത്ഥാടനം നടത്തിയത് ഈ തലശ്ശേരിയിലേക്കാണ്. അത് സീതി സാഹിബായിരുന്നു. കൊടുങ്ങല്ലൂരിലെ എല്ലാ സുഖലോലുപതകൾക്കും ഇടയിൽ, എല്ലാ സന്തോഷങ്ങൾക്കും ഇടയിൽ ധനാഢ്യനായിരുന്ന ഒരു പിതാവിൻ്റെ മകൻ ട്രെയിൻ കയറി തലശ്ശേരിയിലേക്ക് വന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണമാണ് പെരിന്തൽമണ്ണയിലെ സിവിൽ സർവീസ് അക്കാദമിയുടെയും ജനനം എന്ന അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഇൻസ്പിറേഷൻ? വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ എൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ പാർട്ടിയാണ് എന്ന് 1000 വട്ടം അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിലോ ഇന്ത്യയിലോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഒരു വേറിട്ട സവിശേഷത മുസ്ലിം ലീഗിനുണ്ട്. ആ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സീതി സാഹിബ് ഈ നാട്ടിലെത്തിയതിന് ശേഷം നമുക്ക് തലശ്ശേരിയുടെ ചരിത്രം മാറുന്നത് വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ധനസഹായമില്ലാതെയാണ് സിവിൽ സർവീസ് അക്കാദമി മുന്നോട്ട് പോകുന്നതെന്നും അവാർഡ് തുക പൂർണ്ണമായും അക്കാദമിയുടെ പ്രവർത്തനത്തിന് വിനിയോഗിക്കുമെന്നും നജീബ് കൂട്ടിച്ചേർത്തു. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചപ്പോഴും ആ പുരസ്കാരങ്ങളെക്കാൾ എല്ലാം മാറ്റുള്ളതാണ് തലശ്ശേരിയുടെ പുരസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് AK അബൂട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ അനുമോദന പ്രസംഗം നടത്തി. MC വടകര, CP ചെറിയ മുഹമ്മദ്, അഡ്വക്കേറ്റ് K ലത്തീഫ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് നജീബ് കാന്തപുരത്തെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. മൊമെന്റോയും 4 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. വളരെ ഏതു രീതിയിൽ ഒരു പൊതുപ്രവർത്തകന് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭാവനാ സമ്പന്നനാവാൻ കഴിയും, കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന് കൂടി ഒരു മാതൃകയാണ് നജീബ് കാന്തപുരം എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിസ്വാർത്ഥ പ്രവർത്തനം നടത്തി നമ്മളെ വിട്ടുപോയ മഹമ്മൂദിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങി ഈ ഭാവി തലമുറക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് നജീബ് കാന്തപുരം. അതിന് ഈ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഇവിടെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ MC വടകരയുണ്ട്, അതുപോലെ തന്നെ സണ്ണി ജോസഫ് MLA ഇരിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മുടെ MC ചരിത്രം നല്ലപോലെ അറിയുന്ന ആളാണ്, മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എഴുതുന്ന ആളാണ്, അതിൻ്റെ ആധികാരിക വക്താവാണ്. അവരൊക്കെ കാര്യങ്ങൾ പറയാനിരിക്കെ സമയമില്ലാത്ത ഞാൻ ഇനി മെനക്കെടേണ്ടതില്ല എന്നുള്ള സമഗ്ര ന്യൂസ് തലശ്ശേരി.